എന്റെ മോനെ ഈ സീസണിലെ ആദ്യത്തെ സൂപ്പർ ഓവർ ഏറ്റവും കിടു മാച്ച്. ഭയങ്കര ആ ഒരു ടെൻഷൻ, ത്രില്ല് മൊമെന്റ്, എന്റർടൈനിങ് എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ള മാച്ചായിരുന്നു ശരിക്കും ഇന്നത്തെ LSG വേഴ്സസ് KKR. കാരണം ആ മാച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു അവസാന മൊമെന്റിൽ ആ ഒരു ത്രില്ലർ മോഡ് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 155 റൺസാണ് KKR എങ്ങനെയൊക്കെയോ എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് അതേ സ്കോർ ലെവൽ ചെയ്തത് പ്രത്യേകിച്ച് കാർത്തിക് ത്യാഗിയുടെ ആ ഒരു ലാസ്റ്റ് ഓവറിൽ ആ 2 നോബോൾ വന്നത്, അത് അടുപ്പിച്ചടുപ്പിച്ച് ഫസ്റ്റത്തെ ഒരു നോബോൾ വന്ന് അത് ഫ്രീ ടൈപ്പ്, പിന്നെ ഒരു നോബോൾ വന്ന് അതും ഫ്രീ ഹിറ്റിലോട്ട് പോയ സമയത്ത് കളിയിൽ ഫുള്ളി ഒരു ഷിഫ്റ്റ് വന്നതും അവസാനത്തെ ആ ഒരു 2 ബോളിൽ 7 റൺ എന്നുള്ള സമയത്ത് ഒരു ബോൾ മിസ്സായിട്ട് അടുത്ത ബോളിൽ കറക്റ്റ് 6 അടിച്ചതും ടൈ മാച്ചിലോട്ട് വന്നു. അതായത് ശരിക്ക് പറയാന്ന് വെച്ചാൽ ഈ മാച്ച് KKR ആയിരുന്നു ഓൾമോസ്റ്റ് ജയിച്ചിരുന്നത് മാച്ച് ഫസ്റ്റ്. അപ്പൊ ആ ഒരു ജയിച്ച മാച്ചിനെ കംപ്ലീറ്റ്ലി തിരിച്ചു പിടിച്ചത് LSG ആയിരുന്നു. LSG തിരിച്ചു പിടിച്ച് വീണ്ടും സൂപ്പർ ഓവറിലോട്ട് മാച്ച് പോയ സമയത്ത് സൂപ്പർ ഓവറിൽ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ, അത് ആര് ബാറ്റിങ്ങിന് പോകണം, ആര് ബോൾ ചെയ്യണം എന്നുള്ള, അവിടെയാണ് ആ ഒരു ഡിസിഷന്റെ കംപ്ലീറ്റ് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് ഇന്ന് KKR കറക്റ്റ് ഡിസിഷനാണ് എടുത്തത്. LSG എടുത്ത ഡിസിഷനിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്തത് മിച്ചൽ മാർഷ് മാർക്കർ ആയിരുന്നു കോമ്പിനേഷൻ. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും അത്യാവശ്യം ഹാർഡ് ഹീറ്റേഴ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് മാർഷ് അടിക്കുന്ന അടി എന്ന് പറയുന്നത് നല്ല അടിയാണ്. ഇന്നത്തെ മാച്ചിൽ ഫോം അല്ലെങ്കിലും ആൾക്കൊരു എക്സ്പെക്ടേഷൻ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ആ ഒരു രീതിയിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. പക്ഷെ നിക്കോളാസ് പൂരൻ വന്നപ്പോഴേ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് അടിച്ചു ഇന്നത്തെ മാച്ച് എന്താണ് നടക്കാൻ പോകുന്നുള്ളത്. കാരണം നിക്കോളാസ് പൂരൻ അറിയാലോ, ഇപ്പൊ അടുത്തായിട്ട് അത്ര വലിയ ഫോമിലല്ല. അപ്പം ഓക്കെ, ബാറ്റിംഗ് അവിടെ എങ്ങനെയൊക്കെയോ വന്നു. പക്ഷെ ബോളിംഗിൽ വരുന്ന സമയത്ത് KKRൽ ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചായിരുന്നു ഒരു സ്പിന്നർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നാവും. കാരണം വെച്ചാൽ ഓൾറെഡി വിദേശ താരങ്ങളാണ് ഇവിടെ കളിക്കാൻ വരുന്നത്. അവർക്ക് എന്തായാലും സ്പിന്നിന് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സ് ആവുന്ന സമയത്ത് പിന്നെയും അവർ എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു ബോളിന്റെ പേസ് ഒക്കെ ഉപയോഗിച്ച് കളിക്കുമല്ലോ. പക്ഷെ സ്പിന്നാകുമ്പോൾ നമ്മളെ പവറും കൂടി കുറച്ച് വേണമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ആരായിരിക്കും കറക്റ്റായിട്ട് എറിയാൻ പറ്റുക. ഞാൻ ആക്ച്വലി മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനിൽ നരേൻ ഞാനിങ്ങനെ വിചാരിച്ചേ സുനിൽ നരേൻ എറിഞ്ഞാൽ നല്ലതായിരിക്കും ഈ സമയത്ത്. കാരണം വേറെ അങ്ങനെ ഒരു അത്രയും കോൺഫിഡന്റ് ആയിട്ട് എറിയാൻ പറ്റുന്ന ഒരു ബോളർ ഉണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്ക് കറക്റ്റ് സുനിൽ നരേൻ വരികയും ചെയ്തു. അവിടെയാണ് ശരിക്കും ആദ്യം വിചാരിച്ച വൈഭവ് അറോറയെ കൊണ്ട് എറിയിപ്പിക്കാന്നാണ്. കാരണം വൈഭവ് അറോറ വന്നിട്ടുണ്ടെങ്കിലും നല്ലതാണ്. കാരണം കമ്പാരിറ്റീവ്ലി KKRൽ കുറച്ച് വിശ്വസിച്ച് ബോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് വൈഭവ് അറോറ. പൊതുവെ ഡെത്ത് ഓവറൊക്കെ ആൾ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ബാറ്റ്സ്മാൻമാരുടെ ഒരു കണക്ക് വെച്ചിട്ട് സുനിൽ നരേനാണ് ഒരു ബെസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുനിൽ നരേൻ ആ ഒരു സൂപ്പർ ഓവറിലെ ബോളറിയാണ്. ഫസ്റ്റ് ബോളിൽ തന്നെ നമ്മുടെ നിക്കോളാസ് പൂരന്റെ വിക്കറ്റ് തെറിക്കുകയാണ്. അടുത്ത ബോളിൽ ഋഷഭ് പന്ത് ഒരു സിംഗിൾ എടുത്ത് അടുത്ത ബോളിൽ മാർക്കത്തിന്റെ ഒരു അടി, നല്ല അടി. ഞാൻ വിചാരിച്ച 6 പോയി എന്നുള്ളത്. പക്ഷെ സുനിൽ നരേനാണ് അവിടെ ബോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അടിക്ക് എത്ര പവറിലടിച്ചാലും അതിന്റെ ഒരു കുറച്ചൊരു കുറവുണ്ടായിരുന്ന ബോൾ പോകുന്നത് ഓൾമോസ്റ്റ് ബൗണ്ടറി ലൈനിൽ നിന്ന് നമ്മുടെ പവൽ വന്നിട്ട് ഒരു കിട്ടിലൻ ക്യാച്ച്, അത്രയും ദൂരത്തുനിന്ന് ആ ഒരു ബോൾ നോക്കിക്കൊണ്ട് ഓടി വന്ന് ക്യാച്ച് എടുത്ത് ആളുടെ കൺട്രോൾ വിട്ട് പോകുന്നുണ്ട്, ബൗണ്ടറിയിലോട്ട് പിന്നെയും വീഴാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ വേഗം എറിഞ്ഞു കൊടുത്തു. കറക്റ്റ് ആ മൊമെന്റിൽ അവിടെ നമ്മൾ റിങ്കു സിംഗ്, ഇന്നത്തെ മാച്ചിൽ റിങ്കു സിംഗ് എവിടെ ക്യാച്ച് ഉണ്ടോ അവിടെയൊക്കെ റിങ്കു സിംഗ് ഉണ്ടാവും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കറക്റ്റ് ആ മൊമെന്റിൽ ഓടി വന്ന് റിങ്കു സിംഗ് ആ ക്യാച്ച് എടുത്ത് അവിടെ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 75-80% ജയിച്ച് കഴിഞ്ഞ് KKR. കാരണം ഒരു റണ്ണേ ഉള്ളൂ, 2 വിക്കറ്റ്. അവരുടെ ബാറ്റിംഗ് കഴിഞ്ഞു. ഇനി 2 റണ്ണാണ് ജയിക്കാൻ വേണ്ട. 6 ബോൾ കയ്യിലുണ്ട്, 2 വിക്കറ്റ് ഉണ്ട്. ആൻഡ് ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് KKRന് ഇറക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ പറയുന്നത് നമ്മുടെ റിങ്കു സിംഗ് തന്നെയാണ്. കാരണം ഇന്ന് അത്രയും ഫോമിൽ, ഇപ്പം ലാസ്റ്റ് കളിച്ച 2 മാച്ചിലും നല്ല ഫോമിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ആണ്. കാരണം ആ ലാസ്റ്റ് മാച്ചിൽ 67 എടുത്തിട്ടുണ്ടായിരുന്നു, ഈ മാച്ചിൽ 83 ഉണ്ട്, അതും നോട്ട് ഔട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് കളിക്കാൻ പറ്റുന്നുള്ളൊരു ഇന്നത്തെ ഡേ കംപ്ലീറ്റ്ലി റിങ്കു സിംഗിന്റെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാച്ച് വരുന്ന സ്ഥലത്തൊക്കെ റിങ്കു സിംഗ് ഉണ്ട്. ഈവൻ ബാറ്റിംഗിലാണെങ്കിലും ആള് ഇന്ന് ടോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റിങ്കു സിംഗ് ഒരു സൈഡ് കൺഫേം ആണ്. അപ്പുറത്തെ സൈഡ് ആരാണ് അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കും. പക്ഷെ അവിടെ അഗെയിൻ പവലിനെ തന്നെ ഇറക്കി. അഗെയിൻ ഒരു വിശ്വസ്തൻ പവൽ. കാരണം ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നല്ലേ, ക്യാച്ചിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ ഒരു ബാറ്റിങ്ങിലോട്ടും കൊണ്ടുവന്നു. പവലിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. റിങ്കു സിംഗ് ഫസ്റ്റ് ബോളിൽ തന്നെ ആ ഒരു 4 അടിച്ചിട്ട് കളി ജയിപ്പിച്ചു. പ്രിൻസ് യാദവ് ആണ് ശരിക്കും ലക്നൗ സൂപ്പർ ജയൻസിന്റെ അടുത്ത് നിന്ന് ബോൾ എറിഞ്ഞത്. കാരണം കറക്റ്റാണ്, ആള് പർപ്പിൾ ക്യാപ്പൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കുന്ന ആളാണ്. അവിടെ ഡിസിഷൻസ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ റിങ്കു സിംഗിന്റെ ഡേ ഇന്നത്തെ ഡേ ആയതുകൊണ്ട് തന്നെ റിങ്കു സിംഗ് അതിലൊരു 4 അടിച്ച് കളി ജയിപ്പിച്ചു. കംപ്ലീറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാച്ചിൽ റിങ്കു സിംഗിന്റെ ഒരു ഓൾറൗണ്ട് ഷോ ആണ്. അതായത് നമ്മൾ പറയാം, ഇപ്പൊ ചില മാച്ചിലൊക്കെ നമുക്ക് പറയാം ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ശരിക്കും ബോളിംഗ് ആൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തേൽ പറയാൻ പറ്റുന്നത് ബോളിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ആള് ബാറ്റിംഗ് പ്ലസ് ആ ഒരു ഫീൽഡിൽ ഓടി നടന്ന് ഏത് ഭാഗത്ത് ക്യാച്ച് വന്നാലും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്റിങ്ങിലാണെങ്കിലും ഓൾമോസ്റ്റ് തകർച്ചയിലായിരുന്ന KKRനെ ബാറ്റിംഗിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ശരിക്കും റിങ്കു സിംഗ്. 51 ബോളിൽ 83 റൺസ് നോട്ട് ഔട്ട്, 5 6 7 4, 155 എന്ന് ഒരു കുറച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടലിലോട്ട് എത്തിച്ചത് ശരിക്കും റിങ്കു സിംഗ് ആണ്. കംപ്ലീറ്റ് റിങ്കു സിംഗിന്റെ ഡേ എന്ന് പറയാം ഇന്നത്തെ മാച്ചിൽ. റിങ്കു സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ വലിയ രീതിയിൽ അടിച്ചില്ല. ആകെ നമ്മളെ കാമറൂൺ ഗ്രീൻ ആണ്
21 34 റൺസ് അടിച്ചത്. ആൾ ഒരു 3 സിക്സ് ഒക്കെ അടിച്ച് ആളുടെ ഒരു പൊസിഷൻസ് അവിടെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ ആൾക്ക് വലിയൊരു ഇന്നിംഗ്സിലോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. ബൗളിംഗിൽ ഇന്ന് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടെങ്കിലും LSGയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ബോളർ ആയത് ശരിക്കും മൗസിൻ ഖാനെയാണ്. 4 ഓവറിൽ 24 റൺ കൊടുത്തിട്ട് 5 വിക്കറ്റ് എടുത്ത്. ബാക്കി എല്ലാ ബോളേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിഗ്വിഷ് ഷാട്ടിക്ക് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി അതർ ബോളേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത്. ചേസിംഗിൽ ഇറങ്ങിയ LSGക്ക് ശരിക്കും ബാറ്റിംഗിൽ ഫസ്റ്റ് മുതലേ ഒരു ഫുള്ളി ഒരു താളം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ ആ ഒരു 1, 2, 5, 9, 8, 12 അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആകെ ഇതിൽ മാർക്കറും പന്തുമാണ് കുറച്ചു നേരം ഒന്ന് വിക്കറ്റ് പോവാണ്ട് പിടിച്ചിരുന്നത്. പക്ഷെ അവരും വലിയൊരു ഇന്നിംഗ്സിലോട്ട് എത്തിയിട്ടുമില്ല. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു സ്കോറിലോട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു കളി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇൻ ബിറ്റ്വീൻ ആയുഷ് ബലോണിയും വന്ന് ഒരു ക്യാമിയോ നടത്തി. പക്ഷെ ആളുടെയും ആ ഒരു സ്കോറിംഗ് റേറ്റ് കുറച്ച് കുറവായിരുന്നു. പിന്നെയും നന്നായിട്ട് കളിച്ച് നമ്മൾ അവസാനത്തോട്ട് ഇറങ്ങിയ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള ഹിമ്മത്ത് സിംഗും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ബൗളർ മുഹമ്മദ് ഷമി ആയിരുന്നു. കാരണം ആള് ബൗളർ മാത്രമല്ല ഇന്നൊരു ഓൾറൗണ്ടറും കൂടിയായിരുന്നു ശരിക്കും പറയാം. കാരണം കളീനെ ഓൾമോസ്റ്റ് LSGയുടെ ഭാഗത്തോട്ട് കൊണ്ടുപോയത് ഷമിയും കൂടിയാണ് കേട്ടോ. കാരണം ഹിമ്മത്ത് സിംഗിന്റെ ആ ഒരു നോക്കാണ് ശരിക്കും LSGയുടെ ഭാഗത്തോട്ട് കളീനെ കൊണ്ടുപോയത്. പക്ഷെ എന്നാലും കളി പിന്നെയും KKR തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മൊമെന്റിൽ ഷമിയുടെ ആ ഒരു കറക്റ്റ് ടൈമിലുള്ള ഇടപെടൽ കൊണ്ടാണ് ശരിക്കും ആ ഒരു മാച്ച് ടൈയിലോട്ട് തന്നെ പോയത്. KKR ഇന്ന് ബോൾ ചെയ്ത് എല്ലാവർക്കും വിക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് എല്ലാവരും 2 or 1 വിക്കറ്റ് വെച്ചിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമി തന്നെയാണ് എല്ലാവരും ബോൾ ചെയ്തത്. ആകെ നമ്മളെ കാർത്തിക് ത്യാഗിക്കാണ് കുറച്ചൊന്ന് അടി കൊണ്ടത്. അതും ലാസ്റ്റത്തെ ആ ഒരു ഓവറൊക്കെ എറിഞ്ഞത് കൊണ്ടാണ് ആൾക്ക് അടി കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുടെയും എക്കണോമി കുറഞ്ഞിട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത്രയും വിക്കറ്റുകൾ എല്ലാവരും എടുത്തിട്ടുണ്ടെങ്കിലും, കാരണം സുനിൽ നരേൻ ബോൾ ചെയ്ത സമയത്ത് ഒരു വിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, വരുൺ ചക്രവർത്തിക്ക് 2 ഉണ്ടായിരുന്നു, വൈഭവ് ഓറോർക്ക് 2 ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു സൂപ്പർ ഓവറിൽ കിട്ടിയ വിക്കറ്റ് തന്നെയാണ് ഫുൾ ആയിട്ട് മത്സരം നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിങ്കു സിംഗിന്റെ പെർഫോമൻസ് ആണ് ഇന്ന് കംപ്ലീറ്റ്ലി നിൽക്കുന്നത്. ഇന്നത്തെ മാച്ചിന്റെ സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റിങ്കു സിംഗ് തന്നെയാണ്. മികച്ച ഫിനിഷർ ആൻഡ് മികച്ച മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് ശരിക്കും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കുക. ആ ഒരു വിക്കറ്റുകൾ പോവാണ്ട് തന്നെ പക്ഷേ റണ്ണ് കുറച്ചൊന്ന് ഒഴുക്കി കൊണ്ടുപോയിട്ട് അവസാനത്തോട്ട് ആ ഒരു ഫിനിഷർ റോളിൽ അടിക്കേണ്ട സമയത്ത് അടിച്ച് ആ ഒരു സ്കോറിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഫൈറ്റിംഗ് ടോട്ടൽ എത്തിക്കുക. ആൻഡ് റിങ്കു സിംഗ് ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലക്ക് ഫാക്ടർ കുറച്ച് അധികം ഉള്ളൊരു ബാറ്റ്സ്മാൻ ആണ്. കാരണം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴടക്കം റിങ്കു സിംഗ് അത്യാവശ്യം ഫോം ആവുന്ന മാച്ചിലൊക്കെ നമ്മൾ ഇന്ത്യ ജയിക്കാറുണ്ട്. ആൻഡ് ഇന്നത്തെ മാച്ചിലും എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു റിങ്കു സിംഗ് ഇന്ന് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് KKR ജയിക്കുന്നുള്ളത്. അപ്പോൾ അതന്നെ സംഭവിച്ചു. ഫുള്ളി ഒരു മാച്ച് ഇന്ന് കണ്ടപ്പോഴും ആ ഒരു ലാസ്റ്റ് ടൈമിലുള്ള മൊമെന്റ്സ് ആണ് ഇപ്പോഴും മൈൻഡിലുള്ളത്. പ്രത്യേകിച്ച് സുനിൽ നരേൻ എറിഞ്ഞ അവസാനത്തെ ആ ഒരു ഓവർ, അതായത് സൂപ്പർ ഓവറിൽ ആ ഒരു 3 ബോള്, അതുകൊണ്ടുകൊണ്ട് നമ്മുടെ റിങ്കു സിംഗിന്റെ ആ ഒരു ക്യാച്ചസ്, പിന്നെ നമ്മുടെ റിങ്കു സിംഗിന്റെ ബാറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ പവലിന്റെ അവസാനത്തെ ആ ഒരു നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അവസാനം ആ ഒരു ഓടി വന്ന് പിടിച്ച് കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്തത്. പിന്നെ LSGയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷമിയുടെ ആ ഒരു 6, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ച് കാണാത്തവരുണ്ടോ, മിസ്സായവരുണ്ടെങ്കിൽ കമന്റ് ഇടുക. ആൻഡ് ശരിക്കും മിസ്സാൻ പാടില്ലായിരുന്നു, അത്രയും നല്ല മൊമെന്റ്സ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.